ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ചു. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ പമ്പിൽ നിന്ന് ഗൂഗിൾ പേ ചതിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി ഇവിടെ നിർത്തി ക്യാഷ് സെൻഡ് ആവണ വരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ ഒരു വിധത്തിൽ ക്യാഷ് സെൻഡായി യാത്ര തുടങ്ങിയപ്പോഴാണ് ഈ കട ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിനകത്തോട്ട് കയറി. ആദ്യം തന്നെ കണ്ടത് സ്റ്റൂൾ ആയതുകൊണ്ട് 2 സ്റ്റൂളും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഓരോ വാട്ടർ ബോട്ടിൽസും വാങ്ങിച്ചു. ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഫുൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് എനിക്കൊരു ജഗ് കിട്ടിയത്. പിന്നെ ഞാൻ എന്റെ വാട്ടർ ബോട്ടിൽ അവിടെ വെച്ച് ഒരു ജഗ് തന്നെ എടുത്തു. അപ്പോഴാണ് ഇവിടെ ഇതായി ചെറിയ തേങ്ങ പൊതിക്കുന്ന മെഷീൻ കണ്ടത്. ഞാൻ ഇത് വേണമെന്ന് പറഞ്ഞപ്പോ, നീ ഇത് കൊണ്ട് എന്ത് തേങ്ങ പൊതിക്കാനാണെന്നാണ് ഇവിടെ എന്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിന് ബില്ലിംഗ് ചെയ്തപ്പോ ഇവിടെ ഞങ്ങളെ ഗൂഗിൾ പേ ചതിച്ചില്ല, ബട്ട് ഈ ജഗ് എന്നെ ചതിച്ചു ഗൈസ്. ബില്ലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഇത് ജഗ് അല്ല, എണ്ണ ഒഴിച്ച് വെക്കുന്ന കുപ്പിയാണെന്ന്. ആ ഡിപ്രഷൻ മാറാൻ ഞങ്ങൾ നേരെ വിട്ടത് ഒരു ചായക്കടയ്ക്കാണ്. നമ്മുടെ സ്റ്റൂൾ ഉണ്ടാവുമ്പോ എന്തിനാ നിക്കണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഉദ്ഘാടനം ചെയ്തു. ആഹാ, ഏതാ വൈബ്, അംബാനി വൈബ്. അങ്ങനെ ചായയും കടിയും കഴിച്ചു കഴിഞ്ഞതും സ്റ്റൂളും എടുത്ത് നടന്നു. വീടെത്തിയത് നമ്മുടെ ജഗ്ഗിൽ വെള്ളം നിറച്ച് വെച്ച് ഒരൊറ്റ ഉറക്കം കഴിഞ്ഞ് എണീച്ച് നോക്കിയപ്പോൾ ശിവന്റെ 8-10 മിസ് കോള്. എന്താന്ന് വെച്ച് തിരിച്ചു വിളിച്ച് നോക്കിയപ്പോ DC മൂവിക്ക് പോവാന്ന്. 6 മണിക്കാണ് ഷോ. ബുക്കിംഗ് നോക്കിയപ്പോ ബുക്കിംഗും ക്ലോസ് ആയി. ഇപ്പൊ മൂവി സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. എന്തായാലും നീ വാന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ബട്ട് ടൈം 6:15. ശില്പ ഇവിടെ ഈ റെഡി ആയിരിക്കുന്നത് മൂവിക്ക് വരാനല്ല, അവൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. പോണ വഴിക്ക് അവളെയും ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ ഒരു 6:30 ആവാറായപ്പോ ശിവ എത്തി. ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് തന്നെ പോയി ജംഗ്ഷനിൽ ചേച്ചിനെ ഇറക്കി ഞങ്ങൾ നേരെ വിട്ടു തിയേറ്ററിലോട്ട്. പക്ഷെ ഇവിടെ സിനിമയും തുടങ്ങി, ഗേറ്റ് അടച്ച് പൂട്ടുകയും ചെയ്തു. നമ്മുടെ ചെറുക്കൻ ഇത്ര ദൂരം വന്നിട്ടുണ്ടെങ്കിൽ സിനിമ കാണിച്ചു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ. സെക്യൂരിറ്റിനെ ഡീൽ ചെയ്തു, അകത്തോട്ട് കയറി. എന്തായാലും ഇപ്പൊ മൂവി തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഇതുവരെയുള്ള കഥയൊന്നും അറിയാത്ത ഞങ്ങൾ ഫുൾ സീരിയസ്നെസ്സോടെ എല്ലാം അറിയണ മട്ടിൽ അങ്ങോട്ട് ഇരുന്നു. ഇന്റർവെൽ ആയപ്പോ ഏകദേശം കഥയെല്ലാം പിടികിട്ടി. അപ്പോഴേക്കും ഇവ ഉറങ്ങി. കണ്ടില്ല ഗൈസ്, തിയേറ്ററിൽ ഒരു തിരക്കുമില്ല. ഞങ്ങളെയും കൂടി ചേർത്ത് 10 പേരേ ഉള്ളൂ. പിന്നെ ഇവന്റെ ഉറക്കക്ഷീണം മാറ്റാനായിട്ട് നേരെ ചെന്ന് കാപ്പിയും കുറച്ച് സ്നാക്സും വാങ്ങിച്ചിട്ട് വന്നിരുന്നു. അങ്ങനെ ഒരു 9 മണിയാവാറായപ്പോ മൂവി കഴിഞ്ഞു. തുടക്കം നമ്മൾ കുറച്ച് മിസ്സാക്കിയതുകൊണ്ട് സ്റ്റാർട്ടിങ് കുറച്ച് മനസ്സിലായില്ലെങ്കിലും എൻഡിങ്ങിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ ഗൺ ആൻഡ് റോസ് കോംബോ ആണ് മൂവി. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീടെത്തി. എന്നെ വീട്ടിലാക്കി ശിവ ഇനി നേരെ വീട്ടിലോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഗൈസ്, അടുത്ത വീഡിയോ